أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് പരലോകത്തെ ആലോചിക്കുമ്പോൾ, വിചാരണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബറിലെ രക്ഷാശിക്ഷകളെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ അത്തരം ആലോചനകൾ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ നമുക്കുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിലാണ്. ഒരുപക്ഷേ നാം ചെയ്തു കൂട്ടിയ ഒരുപാട് നന്മകൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എങ്കിലും ഒരു സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബ് പുറത്തു തരാതിരിക്കുകയില്ല. സ്ഥിരമായി അള്ളാഹുവിനോട് നമ്മൾ സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബ് നമ്മുടെ പ്രാർത്ഥനയെ പരിഗണിക്കാതിരിക്കുകയില്ല. ശരിക്കും ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അടങ്ങി നിൽക്കുന്നത്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ എന്തിലാണ് നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്? നമ്മുടെ കയ്യിലെ ആകെയുള്ള അവലംബം പ്രാർത്ഥനയാണ്. പടച്ചവനോട് പറയുന്നുണ്ട്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ദയാപരനാണ്, റഹീമാണ്, റഹ്മാനാണ്. അതുകൊണ്ട് ഓരോ നമസ്കാര ശേഷവും, ജീവിതത്തിൽ ഓർമ്മ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം, യാത്രകളിൽ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന, ഉത്തരം ചെയ്യുന്ന പ്രത്യേക സമയങ്ങളിൽ ഇരു കരങ്ങളും വാനിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ കൈകളെ അള്ളാഹു തിരസ്കരിച്ചാലോ, അത് തള്ളിക്കളഞ്ഞാലോ പിന്നെ എന്തിലാണ് നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്? നമുക്ക് പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്ന, പ്രാർത്ഥന തള്ളപ്പെടുന്ന ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന കാരുണ്യവാന്മാരിൽ കാരുണ്യവാനായ അള്ളാഹു തള്ളിക്കളയുമെന്ന്. പൊതുവിൽ അള്ളാഹു മനുഷ്യരുടെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. എൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, പ്രവാചകരെ പറയൂ, എൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം.
അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ, പ്രാർത്ഥന തള്ളിക്കളയാനല്ല. ഇടയാളന്മാരില്ലാതെ, മധ്യവർത്തികളില്ലാതെ നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആവർത്തിച്ചു പറയുന്നത്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ സമീപത്ത് ഞാനുണ്ട്. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജിബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നും ഞാൻ അവരുടെ സമീപത്തുണ്ടെന്നും പ്രവാചകരെ എൻ്റെ അടിമകളോട് പറയൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല എന്നല്ല അള്ളാഹു പറയുന്നത്, ഞാൻ തൗബ സ്വീകരിക്കുകയില്ലെന്നല്ല അള്ളാഹു പറയുന്നത്. ഒരുപാട് പാപം ചെയ്തവനല്ലേ, ഒരുപാട് ദോഷങ്ങൾ ചെയ്തവനല്ലേ, ഇടയിൽ ഒരു ഇടയാളൻ വേണ്ടേ? അല്ല, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അതിനുത്തരം ചെയ്യും. അള്ളാഹു ആവർത്തിച്ച് നമ്മോട് പറയുന്നു. അത്രമേൽ അള്ളാഹു കാരുണ്യവാനാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത് എന്താ പടച്ചോൻ തരാത്തത്? അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നത് 3 തരത്തിലാണ്. 2 വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിന്. ഒന്ന് പ്രധാനമായും പ്രവാചകൻ പറഞ്ഞത് 3 തരത്തിലാണ് അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കുന്നത്. ഏതാണ്? ഒന്ന്, ഇമ്മ അയ്യുഅജ്ജില ലഹു ദഅവതഹു, അള്ളാഹു ഒരു പക്ഷെ അവൻ ചോദിച്ചവ അവന് കൊടുക്കും. നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, മനസ്സുരുകി ചോദിച്ചു, ആ ചോദിച്ച കാര്യം അതുപോലെ അള്ളാഹു ഒരു പക്ഷെ നമുക്ക് നൽകിയേക്കാം. അതല്ലെങ്കിലോ അള്ളാഹു ആ ചോദ്യത്തെ, ആ പ്രാർത്ഥനയെ പരലോകത്തേക്ക് നീക്കിവെക്കും, ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെക്കും. എന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി പരലോകത്ത് അത് കൊടുക്കും. അവിടെയാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. ആ പ്രാർത്ഥന എന്ന കർമ്മത്തെ പരലോകത്തേക്ക് നീക്കിവെച്ച് പ്രാർത്ഥിച്ചതിന് അള്ളാഹു കൂലി തരുന്ന ചില റിവായത്തുകളിലൊക്കെ കാണാം, പ്രാർത്ഥനയ്ക്ക് ദുനിയാവിൽ ഉത്തരം കിട്ടാതെ പരലോകത്ത് അള്ളാഹു കൂലി കൊടുക്കുന്നത് കാണുമ്പോ ബാക്കിയുള്ളവർ പറയും, എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഇവിടെ ഉത്തരം കിട്ടിയ, ഇവിടെ പ്രതിഫലം മതിയായിരുന്നു, എനിക്ക് ദുനിയാവിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടേണ്ടിയിരുന്നില്ല, പരലോകത്തേക്ക് നീക്കിവെച്ചാൽ മതിയായിരുന്നു എന്ന് ആളുകൾ പറയുമെന്നാണ്. അത്ര വലിയ പ്രതിഫലമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറയുന്നത്, ചോദിച്ചത് കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ നിരാശരാകണ്ട. ഒരുപക്ഷേ അള്ളാഹു അതിന് പകരമായി മറ്റൊന്ന് നൽകുകയാണ് ചെയ്യുക. ചോദിച്ച കാര്യമല്ല ചിലപ്പോൾ പടച്ചോൻ തരാം, അതിന് പകരം മറ്റൊന്ന് നൽകിയേക്കാം. അതല്ലെങ്കിൽ അതിനുപോലെയുള്ള ഒരു പ്രയാസത്തെ അള്ളാഹു തടയുകയാണ് ചെയ്യുക. നമ്മളൊരു ആഗ്രഹമാണ് അള്ളാഹിനോട് ചോദിച്ചത്, നമ്മുടെ ഒരു സ്വപ്നമാണ് അള്ളാഹിനോട് ചോദിച്ചത്, നമുക്കൊരു ഗുണം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അള്ളാഹു ഒരു പക്ഷെ ആ ഗുണം നമുക്ക് തരുന്നതിന് പകരം നമുക്ക് വരാനിരിക്കുന്ന വലിയ ഒരു ഭാരത്തെ അള്ളാഹു തടഞ്ഞു വെച്ചു. അല്ലേ, ഒരു ആക്സിഡന്റിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ആ രോഗം അത് കാരണം ഞാൻ മരണത്തെ തൊട്ടു, അവിടെ വെച്ചാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഏതോ ആഗ്രഹം സാധിപ്പിച്ചു തരാതെ അള്ളാഹു ഒരു പക്ഷേ നമുക്ക് വരാനിരുന്ന ആക്സിഡന്റിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയതാകാം, ആ രോഗാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയതാകാം. നമ്മൾ ചോദിക്കുന്നത് തന്നെ തരണമെന്നില്ല, അള്ളാഹു എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ അതുപോലെ തരുമെന്നും ഉടൻ ഉത്തരം ചെയ്യുമെന്നുമല്ല അള്ളാഹുവിന്റെ ഓഫർ, വാഗ്ദാനം എന്ന് പറയുന്നത്. 3-1 സംഭവിക്കും. ഒന്നുകിൽ അതുപോലെ തരാം, അല്ലെങ്കിൽ പരലോകത്തേക്ക് നീക്കിവെച്ച് അവിടെ അതിന്റെ പ്രതിഫലം ലഭിക്കാം. അതല്ലെങ്കിൽ സമാനമായ ഒരു അപകടത്തെ നമ്മൾ ചോദിച്ച കാര്യം നൽകുന്നതിന് പകരമായി ഒരുപക്ഷെ ആ അപകടത്തെ അള്ളാഹു നമ്മിൽ നിന്ന് തടഞ്ഞു നിർത്താം. ഈ 3 തരത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല, 3-4 രൂപത്തിൽ. പക്ഷേ ആ ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, അശ്രദ്ധനായി പ്രാർത്ഥിക്കരുത്. അല്ലേ, ഉണ്ടാരോ പറഞ്ഞില്ലേ, പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ആന, ഇതാണോ പടച്ചോനോട് ചോദിക്കേണ്ട രീതി? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഞാൻ എൻ്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത്, അവൻ എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടിയാണ്, ഉറപ്പോടുകൂടിയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹി, അശ്രദ്ധനായി അലസനായി അള്ളാഹുവിനോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം ചെയ്യുകയില്ല.
അല്ലേ? രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നവനുണ്ടോ ഉത്തരം ചെയ്യാമെന്നാണ് അള്ളാഹ് പറയുന്നത്. തൗബ ചെയ്യുന്നവനുണ്ടോ പുറത്തു തരാമെന്നാണ് അള്ളാഹു പറയുന്നത്. ചോദിക്കുന്നവനുണ്ടോ നൽകാമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ടും ചോദിക്കുന്ന ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? വിശ്വാസത്തോടു കൂടിയല്ല. ചോദ്യം വിശ്വാസത്തോടു കൂടിയല്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നാണ് മനോഭാവം. അത് പടച്ചവനോട് ചോദിക്കുമുണ്ടാകരുത്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നു, അവൻ എനിക്ക് നൽകുമെന്ന ഉറപ്പോടെ ദൃഢവിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അലസതയോടുകൂടി അശ്രദ്ധനായി ആരോ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അലക്ഷ്യമായി ആമീന്ന് അയാളുടെ ശ്വാസം അവസാനിക്കുന്നിടത്ത് പറയുന്നതല്ല പ്രാർത്ഥന. ഉള്ളിൽ നിന്നുണ്ടാകണം. മനസ്സറിഞ്ഞ് ചോദിക്കണം റബ്ബിനോട്. അല്ലാഹു തരും, അല്ലാഹു തരും. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നുള്ളത് പടച്ചോന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം തരാം എന്നത് അല്ലാഹുവിന്റെ കരാറാണ്. ഇന്നല്ലാഹ ലാ യുഖലിഫുൽ മിആദ്. അള്ളാഹു ഒരിക്കലും കരാർ ലംഘിക്കുകയില്ല. അതുകൊണ്ട് അലക്ഷ്യമായി അലസമായി ചോദിക്കരുത്. അല്ലെ? രണ്ടാമത്തെ എന്താ അറിയോ? ധൃതി കാണിക്കാൻ പാടില്ല. അല്ലേ? ധൃതി കാണിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. എന്താണ്? യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകും. എന്നിട്ടോ പ്രവാചകൻ പറയുന്ന ഖൂൽ, ചില ആൾക്കാർ പറയും, ദഅഉതു ഫലം യുസ്തജബ് ലി. ഞാൻ എത്രയായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കുറേ പടച്ചോനോട് പറഞ്ഞു, പക്ഷെ എനിക്കന്ന് ഉത്തരം. എന്തായി പടച്ചോൻ എന്നെ പരിഗണിക്കാത്തത്? എന്തൊരു കഷ്ടകാലമാണ് എൻ്റെ കഷ്ടകാലം, എൻ്റെ അവസ്ഥ. അല്ലാഹ് എന്നെ തിരിഞ്ഞു നോക്കണില്ലല്ലോ. സഹോദരങ്ങളെ, ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹു നമ്മെ തിരിഞ്ഞു നോക്കാതിരിക്കുകയില്ല. ഉറച്ച വിശ്വാസത്തോടെ ധൃതി കാണിക്കാതെ ക്ഷമയോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഓക്കെ, എത്ര ചരിത്രമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. എന്തിനാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞത്? ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ റബ്ബിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അല്ലേ? ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന നബി ആരാ? അയ്യൂബ് നബി ആയിരിക്കും. എത്ര ദീർഘമായ കാലമാണ് രോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയെ പരീക്ഷിച്ചത്. അക്ഷമയുടെ ഒരു വാചകം അയ്യൂബ് നബിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? പൊതുവിൽ പറയപ്പെടാറുണ്ട്, അതിന്റെ സിഹത്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അയ്യൂബ് നബിയുടെ നാവിന് രോഗം ബാധിച്ചപ്പോഴാണ് അയ്യൂബ് നബി പറഞ്ഞതെന്നാണ്, പടച്ചോനെ ഇനി എനിക്ക് നീ വേഗം സുഖപ്പെടുത്തി തരണമേ എന്ന്. നിന്നെ സ്മരിക്കാൻ എന്റെ നാവിന് കഴിയാതെ പോകുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ദീർഘമായി ഒരുപാട് കാലം മക്കൾ മരിച്ചുപോയി. സമ്പന്നനായ അയ്യൂബ് നബി എല്ലാ സമ്പത്തും പോയി. അല്ലേ? എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് ദരിദ്രനായി. ശരീരം മുഴുവൻ രോഗം കാർന്നു തിന്ന്. സ്വന്തം ഭാര്യ ജോലിക്ക് പോയി. അവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന് എത്ര കാലമാണ് അയ്യൂബ് നബി നിരാശയില്ലാതെ പ്രതീക്ഷ കൈവടിയാതെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അവസാനം അള്ളാഹു പറഞ്ഞെന്താ? ഫസ്തജബ്നാ ലഹു. ആ അയ്യൂബിന് നാം ഉത്തരം നൽകുകയുണ്ടായി. നമുക്ക് ഇന്ന് ചോദിച്ചാൽ നാളെ കിട്ടണം, ഇന്ന് ചോദിച്ചപ്പോ തന്നെ കിട്ടണം. പടച്ച തമ്പുരാൻ ആക്ഷേപിക്കാണ് പലരുടെ വാചകങ്ങളും നമ്മൾ കേൾക്കാറുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരാശ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. ക്ഷമയോടുകൂടി അള്ളാഹിനോട് ചോദിച്ചോളിയും. നിങ്ങൾ നോക്കും, സക്കരിയ നബിയുടെ കഥ പറഞ്ഞു. സക്കരിയ നബി പ്രാർത്ഥിച്ച് സക്കരിയ നബിയുടെ ഒരു വാചകം എന്താണ്? സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ എന്നെ ഒറ്റക്ക് വിടരുതേ, നീ എനിക്കൊരു അനന്തരാവകാശിയെ തരണമേ. റബ്ബി ഇന്നി വഹനൽ അസ്മു മിന്നി വസ്തഗല അർ-റഅസു ശൈബ. സക്കരിയ നബി പ്രാർത്ഥിക്കാണ്, എന്റെ തലകൾക്ക് ജരാനരകൾ ബാധിച്ചു, എന്റെ തലക്ക് ജരാനരകൾ ബാധിച്ചു, എന്റെ എല്ലുകൾ ദുർബലമായി. അപ്പൊ പ്രാർത്ഥിച്ച് എത്ര വയസ്സായി? വാർദ്ധക്യത്തിലെത്തി. എന്നിട്ട് എന്താ പടച്ചോനോട് ചോദിക്കണത്? പടച്ചോനെ എനിക്കൊരു കുട്ടിയെ തരുമോ, എനിക്കൊരു കുഞ്ഞിനെ നൽകുമോ? ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറയുന്ന മറുപടി എന്താ? ഫസ്തജബ്നാ ലഹു. അയ്യോ, സക്കരിയ നബിക്ക് നാം ഉത്തരം ചെയ്തു. വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹനാ ലഹു സൗജഹു. സക്കരിയ നബിക്ക് നാം യഹ്യയെ നൽകുകയുണ്ടായി. ദീർഘകാലത്തെ പ്രാർത്ഥനയാണ്.
അതിന്റെ ഫലമായിട്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ആരാണ് യൂനുസ് നബിയെ കുറിച്ച്? എത്ര കാലമാണ് മത്സ്യത്തിന്റെ വയറ്റിൽ പരീക്ഷിക്കപ്പെട്ടവനായി മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുകൂടിയത്? വദന്നൂന ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ ഖദറ അലൈഹി ഫനാദാ ഫിൽ ദുലുമാത്. ആ മത്സ്യത്തിന്റെ കടലിന്റെ ഇരുട്ടറയിൽ, മത്സ്യത്തിന്റെ വയറെന്ന ആ ഇരുട്ടറയിൽ കടന്ന് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു അതിന് പറയുന്ന മറുപടി എന്താ? ഫസ്തജബ്നാ ലഹു. യൂനുസിന് നാം ഉത്തരം ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി, ദുഃഖത്തിൽ നിന്ന് മോചനം നൽകി. തെറ്റുപറ്റിപ്പോയല്ലോ എന്ന കുറ്റബോധത്തിൽ നിന്ന് അല്ലാഹു യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി. അത്ഭുതകരമായി മത്സ്യം കരയിൽ വന്നു യൂനുസ് നബിയെ തുപ്പിക്കളഞ്ഞു. ഒന്നാലോചിച്ച് നോക്കി, ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനക്കുത്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്താൻ ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ ഒരു വാചകമുണ്ട്. അദ്ദുആഉ കസ്സഹം. ദുആ ഒരു അമ്പ് പോലെയാണ്. അതിന് അമ്പും വില്ലും അതിന്റെ ഞാണും ഒക്കെ ആവശ്യമുണ്ട്. ക്ഷമ വേണം, പ്രതീക്ഷ വേണം, അല്ലെ, വിനയം വേണം. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി ചോദിക്കണം. കുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം കാണാൻ സാധിക്കും, അല്ലേ? കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാം? വാശി പിടിച്ച് കരയും, നിലത്ത് കടന്ന് ഉരുണ്ട് കരയും. നിങ്ങൾ അള്ളാഹിനോട് അതുപോലെ ചോദിക്കണം. കുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ചോദിക്കണം. പടച്ചോൻ തരും, അള്ളാഹു നൽകും. അതുകൊണ്ട് ധൃതി കാണിക്കാൻ പാടില്ല. മൂന്നാമത്തെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹറാമ് തിന്നാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമ്പാദ്യല്ലേ, അതിനകത്ത് ഹറാം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഹറാമ് കഴിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു സഞ്ചാരിയുടെ കഥ, ഒരു യാത്രക്കാരന്റെ കഥ പ്രവാചകൻ പറഞ്ഞു. ഒരാൾ ഇങ്ങനെ യാത്ര പോകുന്നു, അയാളുടെ ശരീരത്തിൽ മുടിയിലൊക്കെ പൊടി പുരണ്ട് ജടക്കുത്തി എന്ന് പറഞ്ഞാൽ അത്ര ദീർഘമായ യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ പ്രാർത്ഥന മുസ്തജാബാണ്, അള്ളാഹു സ്വീകരിക്കും. യാത്രയെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങള് ഫ്ലൈറ്റിന് യാത്ര ചെയ്യുകയാണെങ്കിലും ദീർഘയാത്ര പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണെന്ന് ഹദീസ്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. മുസാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ഒരു യാത്രക്കാരനെ പ്രവാചകൻ പരിചയപ്പെടുത്താണ്. അയാൾ ദീർഘമായി യാത്ര ചെയ്ത് ശരീരം പൊടിപുരണ്ട മനുഷ്യൻ വാനിലേക്ക് കൈകൾ ഉയർത്തി അയാൾ പറയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ റബ്ബേ. അള്ളാഹിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറയാണ്, മൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാൾ ഹറാം കൊണ്ടുവാങ്ങിയ വസ്ത്രമാണ്. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്, ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക? എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥന അല്ലാഹു പരിഗണിക്കുക? ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, അപരന്റെ അന്യായമായ ഒരു നാണയത്തുട്ട് നമ്മുടെ പോക്കറ്റിൽ വരാൻ പാടില്ല, അല്ലേ? ഉദ്യോഗസ്ഥനാണ്, ജോലി ചെയ്യുന്നുണ്ട്, ഉദ്യോഗസ്ഥനാണ്, എന്നിട്ടോ ഓഫീസിലേക്ക് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ട് വരുന്നു. അയാള് രേഖകളുടെ കൂടെ ഒരു 100 രൂപ വെച്ച് തന്നാൽ, 500 രൂപ വെച്ച് തന്നാൽ വാങ്ങാൻ പറ്റുമോ? ഹറാമാണ്. അർറാശി വൽ മുർതശി കുല്ലുഹും ഫിന്നാർ. കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും നരകത്തിലാണ്. പാടുണ്ടോ? ഹറാമായ സമ്പാദ്യമാണ്. നമ്മുടെ കുട്ടികൾ കഴിക്കാൻ പാടില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിക്കാൻ പാടില്ല, നമ്മൾ കഴിക്കാൻ പാടില്ല. ഹറാമിൽ കിളിർത്തുണ്ടായ ശരീരം വന്നാറു ഔലാബി. പ്രവാചകൻ പറഞ്ഞു, നരകമാണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും, തഹജ്ജുദ് നമസ്കരിച്ച് സുജൂദിൽ കടന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ഹറാമ് സമ്പാദ്യത്തിലുണ്ട്, പലിശ സമ്പാദ്യത്തിലുണ്ട്, അല്ലേ? അനർഹമായി സമ്പാദിച്ചതാര അവകാശപ്പെടാത്തയോ അർഹിക്കാത്ത സമ്പാദ്യം നമ്മുടെ ഭക്ഷണത്തിനകത്ത്, വസ്ത്രത്തിനകത്ത്, വാഹനത്തിനകത്ത് കടന്നുകൂടി. ഫലായുസ്തജാബു ലഹു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു ത്വയ്യിബാണ്, ത്വയ്യിബ് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതൊരു തത്വമാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെന്നറിയോ, നാലാമത്തെ കാര്യം, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ നശിച്ചു പോകട്ടെ, ഇവൻ തുലയട്ടെ, മറ്റവന് ശാപമുണ്ടാകട്ടെ
ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. അല്ലേ? നല്ല കാര്യം ചോദിക്കേണ്ടത്, ആളുകൾക്ക് ഖൈറാണ് ചോദിക്കേണ്ടത്. കടുത്ത ശത്രുക്കൾക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അവരുടെ ഹിദായത്തിന് വേണ്ടി. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഹിദായത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. പടച്ചോനെ ഹിദായത്ത് കൊടുക്കണമെന്നാ പ്രാർത്ഥിച്ചത്. നബിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത സഖീഫുകാരെ കുറിച്ച് പറയുന്നുണ്ട്. തായിഫിലെ സഖീഫുകാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബിയെ കല്ലെറിഞ്ഞോടിച്ച സമൂഹം. അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയുടെ അടുത്ത് വന്നപ്പോൾ നബി എന്താ പറഞ്ഞറിയോ? അല്ലാഹുമ്മഹ്ദിഹിം, പടച്ചോനെ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേന്നാണ് നബി പ്രാർത്ഥിച്ചത്, അവരെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അത്ര അപൂർവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നേർക്കുനേരെയുള്ള ശത്രുവിനെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വളരെ അപൂർവമാണ്. അല്ലാഹുമ്മ അലൈക ബിഹിം എന്ന് അബൂജഹലിനെ കുറിച്ചൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. അത്ര ദോഷം നബിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്ത ആളുകളെ നബി ആ നിലക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലേ? പ്രവാചകൻ പറഞ്ഞ എന്താ? ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ് മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമിൻ. ഒരടിമക്ക് അല്ലാഹു അവന്റെ പ്രാർത്ഥന അതിനുത്തരം ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? കുടുംബബന്ധം മുറിക്കാനോ പാപത്തിന്റെ പേരിലോ അവൻ പ്രാർത്ഥിക്കാത്തിടത്തോളം. തെറ്റിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ ഉറക്കെ പറയണ്ടാവും, മനസ്സറിഞ്ഞു പറയണ്ടാവും, പക്ഷെ പടച്ചോനെ സ്വീകരിക്കൂല. കുടുംബബന്ധം മുറിക്കുന്ന പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്താണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ആളുകൾ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിലെ പലതും ആളുകൾക്കറിയാം. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. അല്ലേ? ഹറാമ് തിന്നവന്റെ പ്രാർത്ഥന, ഇനി പ്രാർത്ഥനയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹറാമ് തിന്നാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ക്ഷമ വേണമെന്നുള്ളത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. ധൃതി കാണിക്കാൻ പാടില്ല എന്ന് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. പിന്നെന്താ അവിടെ പറയുന്നത്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവന്റെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കൂല. നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് അത് പള്ളിക്കമ്മിറ്റിയും വേറെ കുറെ മൗലവിമാരും വേറെ കുറെ സംഘടനകളും അവരുടെ നേതാക്കന്മാരും അവർക്ക് വിട്ടുകൊടുക്കുക. എനിക്കൊക്കെ വിമർശിച്ചടക്കല പരിപാടി. എവിടെങ്കിലൊക്കെ ഒരു കുറ്റുണ്ടോ കുറവുണ്ടോ അങ്ങനത്തെ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വിമർശിക്കാൻ വേണ്ടി തുറന്നു വെച്ച് ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ആൾക്കാർ. നമ്മളെ വിമർശകരെ നമ്മൾ ഒന്നിൽക്കൂല്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ അത് 100 കൊല്ലം നമ്മൾ പറഞ്ഞിടക്കും ചെയ്യും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലേ? ലുഅനല്ലദീന കഫറൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ അവിശ്വാസികളെ ശപിച്ചു. എന്താ കാരണം? ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, നാട്ടിൽ തെറ്റു കണ്ടാൽ അവർ എതിർക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ശിർക്കുണ്ടായ പ്രശ്നമില്ല നമുക്ക്. ഇവിടെ ആൾക്കാർ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ജാറങ്ങളിൽ പോയി കുമ്പിട്ടുന്ന സുജൂദ് ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ജാറങ്ങളെ തവാഫ് ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. അള്ളാഹ്ക്ക് കൊടുക്കുന്ന നേർച്ചകൾ അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ അവരായി, അവരുടെ പാടായി. മതം പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്ന. തെറ്റു കണ്ടാൽ അതിനെ എതിർക്കണം, സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹുവാണ് സത്യം. ലതഉമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ ആളുകളോട് നന്മ കൽപ്പിക്കണം, നിങ്ങൾ സമൂഹത്തിൽ കാണുന്ന തിന്മ വിരോധിക്കണം. നമ്മൾ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇടപെടാൻ പോണെന്നൊരു വിശ്വാസ്യത പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ എന്തിനാ മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെടാൻ പോടെ? നമ്മളെ കാര്യം നോക്കിയാ പോരെ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തോതി. എന്താ ആയത്ത് എന്നറിയോ? എന്തായത്ത്? അലൈക്കും അൻഫുസകും ലാ യദുറുകും മൻ ലല്ല ഇദാ ഹദൈതും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എന്നാൽ വഴിപിഴച്ചു പോയ ആളുകൾക്ക് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല. ആയത്തോതിട്ട് ചില ആളുകളൊക്കെ പള്ളി മെഹ്റാബിൽ കഴിഞ്ഞുകൂടിയ
ഞാൻ എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ ആരാധന, എൻ്റെ സക്കാത്ത്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, നമ്മളൊക്കെ എങ്ങനെ നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക, ആലോചന നടത്തുക. വേറെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. നാട്ടിൽ എന്ത് വൃത്തികേട് നടന്നാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളതിലില്ലാതെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആളുകൾ അങ്ങനെ ചിന്തിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഇന്നക്കും തഖറഊന ഹാദിഹിൽ ആയ വതളഊന ഫി ഗൈരി മൗളിഇഹി. നിങ്ങളിതാ ഈ ആയത്ത് ഓതുന്നു, വതളഊനഹാ ഫി ഗൈരി മൗളിഇഹാ, എന്നിട്ട് അതിനെ ഉദ്ദേശിക്കാത്ത അർത്ഥം നിങ്ങൾ സങ്കല്പിക്കുന്നു. ഏതായത്ത്? അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, എന്നാൽ വഴിപെടുത്തിപ്പോയവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ള ആയത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാഹി ഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ സമൂഹത്തിലുള്ള തിന്മകളെ എതിർക്കണം. നന്മ പഠിപ്പിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. തിന്മകൾ എതിർക്കുമ്പോഴോ ആളുകൾ തിരിച്ചു വിമർശിക്കും, ആളുകൾ തിരിച്ചെതിർക്കും, സമൂഹം ഒറ്റപ്പെടുത്തും, ജനങ്ങൾ കുറ്റപ്പെടുത്തും, അവരുടെ ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അത് പ്രവാചകന്മാരുടെ മാതൃകയാണ്, അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്, അത് സലഫ് സ്വാലിഹുകളുടെ രീതിയാണ്. എവിടെയൊക്കെ നന്മ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം കല്ലെറിയപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടോ അവരെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം ശിർക്കിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. ബനൂ ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞെന്നറിയോ? അകാരണമായി അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, കൊല്ലപ്പെട്ട സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സുമയ്യ റളിയല്ലാഹു അൻഹ പ്രായമേറെ ചെന്ന ഒരു വനിതയാണ്, ഒരു സ്വഹാബ വനിതയാണ്, പ്രായമേറെയുണ്ട്. അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ആളുകളെ ക്ഷണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും, നബിയെ നമുക്ക് പരസ്യമായി പറയണ്ടേ? രഹസ്യ പ്രബോധനം നടക്കുന്ന കാലഘട്ടമാണ്. ഇടക്കിടക്ക് നബിയോട് പറയും, നബി നമുക്കൊന്ന് പരസ്യമായി പറയണ്ടേ? എപ്പോഴാ നമ്മൾ പരസ്യമായി പറയാം? നബി പറയും, അബൂബക്കറെ സമയം വരട്ടെ, സമയം വരട്ടെ, സമയമാകട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. എല്ലാവരും കഅബാലയത്തിന്റെ ഓരത്തെത്തി. ഒരുമിച്ചിരുന്നില്ല. പ്രവാചകന്റെ കൂടെ ഒരുമിച്ചിരുന്നാൽ ആളുകൾ സംശയിക്കും, എല്ലാവരെയും മക്കക്കാർ ആക്രമിക്കും. പലരും പല ഭാഗങ്ങളിലായി ചിതറിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പേരുണ്ട്, എന്തറിയോ? അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബ്. ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ എന്ന് സമൂഹ മധ്യത്തിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രാസംഗികൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുറൈശികളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ. അവർ അദ്ദേഹത്തെ അടിച്ചു. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് തന്റെ ചെരുപ്പൂരി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരമായി അടിച്ചു. അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു, ബോധം നഷ്ടപ്പെട്ടു. ചരിത്രം പറയുന്ന അദ്ദേഹത്തിന്റെ മൂക്ക് മാത്രമാണ് കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്നത്. അല്ലെ, മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്ന അറിയില്ല, അത് ശരിക്കും സംഭവിച്ചു. ബനൂ തൈമ് കുടുംബം, ഖുറൈശ് ഗോത്രത്തിലെ ബനൂ തൈമ് കുടുംബത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരു തുണി വിരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലേക്ക് എടുത്തു കടത്തി. അവർക്ക് ഗോത്ര വർഗീയത കൂടുതലാ. അവർ പറഞ്ഞു, എന്താണ്? അബൂബക്കർ മരണം സംഭവിച്ചാൽ ഉഖബയെ ഞങ്ങൾ വെറുതെ വിടൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ വൈകുന്നേരം ആയിട്ടാണ്, അന്നത്തെ രാവോടടുക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബോധം വീണ്ടും കിട്ടിയത്. എഴുന്നേറ്റ ഉടനെ അദ്ദേഹം ചോദിച്ചത്, എന്റെ നബിക്ക് എന്തു പറ്റി? നബി ആരെങ്കിലും ആക്രമിച്ചോണം? ഉമ്മുൽ ഖൈർ പറഞ്ഞു, അബൂബക്കർ വെള്ളം കുടിക്കൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രവാചകൻ എന്തു സംഭവിച്ചു എന്നറിയാതെ ഒരിറ്റു വെള്ളം ഞാൻ എന്റെ തൊണ്ടയിലേക്ക് ഇറക്കുകയില്ല. ചരിത്രം വിശാലമാണ്, അത് മനസ്സിലാക്കിയതിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ് അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചത്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു മാതൃകയാണ്. ആരേലും ചെയ്യേണ്ട പണിയല്ല. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചിലതുണ്ടാകും. ചിലപ്പോ പൈസ കൊടുക്കാനാവും പറ്റുക, ചിലപ്പോ എഴുതാനാവും സാധിക്കുക, ചിലപ്പോ നമ്മളെ ഒന്ന് ശാരീരികമായി സഹായിച്ചു കൊടുക്കാനാവും പറ്റുക. ഞാൻ പറയുന്നത് തിന്മയെ വിലക്കുകയും നന്മയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുണ്ട്.
അറിയോ? ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ കുഞ്ഞു മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ചെറിയ മകന് കൊടുക്കുന്ന ഉപദേശം. നിസ്കരിക്കണം എന്നാ പഠിപ്പിക്കുന്നു അല്ലേ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാ പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ പറയുന്ന ഒന്ന് എന്തറിയോ? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു ധാരണ അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളുടേതാണ്. നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം സഹോദരങ്ങളെ. സമൂഹത്തിൽ അരാജകത്വം നടമാടുമ്പോ, സമൂഹത്തിൽ ശിർക്ക് വ്യാപിക്കുമ്പോ, ആളുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അകന്നു പോകുമ്പോ, ലഹരി ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തു ചെയ്യുന്നു? എന്റെ ഇടപെടൽ എന്താണ്? ഏതു മേഖലയിലാണ് പടച്ച തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരികളെ നിരീശ്വരവാദികളും നാസ്തികരും ഇവിടുത്തെ സ്വതന്ത്രവാദികളും റാഞ്ചി കൊണ്ടുപോകുമ്പോ ഞാൻ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരണ്ടോ? ഇല്ലെങ്കിൽ എന്താ പ്രവാചകൻ പറഞ്ഞെന്നറിയോ? അല്ലാഹു അവന്റെ ശിക്ഷ നിങ്ങളുടെ മേലിറക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തിന്മ വിരോധിക്കുന്നില്ലെങ്കിൽ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങും. ഏതാണ് ആ ശിക്ഷ? നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. മനസ്സിലായോ? നമ്മുടെ വിഷയം ഏതാണ്? അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം നന്മ കൽപ്പിക്കാത്തവന്റെ, തിന്മ വിരോധിക്കാത്തവന്റെ, ശിർക്ക് നടമാടുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം നടക്കുമ്പോ ഒന്നും ഇടപെടാതെ മാറി നിൽക്കുന്നവൻ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകളിലാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. നമ്മൾ ചെയ്തു വെച്ച ഒരുപാട് കർമ്മങ്ങളിലല്ല. നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ അനേകം തിന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബറ്, നരകം എന്നൊക്കെ കേൾക്കുമ്പോൾ, വിചാരണയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് ആശങ്കകളുണ്ട്. എങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എങ്കിലും ഖബറിലെ ജീവിതം സുഖകരമാകും, രക്ഷപ്പെട്ടതാകുമെന്നൊരു പ്രതീക്ഷ നമുക്കുള്ളിലുണ്ട്. എന്താ? പടച്ചവനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ പൊറുത്തരണേ എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ സ്വീകരിക്കപ്പെടാതിരിക്കുന്ന ചില കാരണങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് അല്ലേ? ഒന്ന്, അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കരുത്. രണ്ട്, ധൃതി കാണിക്കരുത്. അല്ലേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചു, പടച്ചോ എന്താ ഉത്തരം ചെയ്യാത്തെന്ന് ചോദിക്കരുത്. നിരന്തരമായി അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. മൂന്ന്, ഹറാമ് തിന്നരുത്. ഒരു അരക്കാലണ പോക്കറ്റിലേക്ക് അനർഹമായത് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ? പിന്നെന്താ? നാലാമത്തേത് എന്താണ്? പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും വിട്ടുനിൽക്കാൻ പാടില്ല. അങ്ങനെ വിട്ടുനിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബബന്ധം മുറിക്കാൻ, അതുപോലെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കൂല. ഒരു പോയിന്റ് കൂടി ചേർത്ത് വെക്കാനുള്ളത്, നിബന്ധന വെച്ച് പ്രാർത്ഥിക്കരുത്. പടച്ചോനെ, നീ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് നീ പൊറുത്തരണേ, അല്ലാഹു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ കാര്യം സാധിച്ചു തരണേ. അങ്ങനെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നീ എനിക്കത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പൂർണ്ണ പ്രതീക്ഷയോടെ അല്ലാഹുവേ അത് തരണേ. ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നീ കനിയുകയാണെങ്കിൽ അല്ല, അല്ലാഹുവേ നീ എനിക്ക് അത് തരണമേ, അത് നൽകണമേ, എനിക്ക് പുറത്തു തരണമേ, എനിക്ക് സ്വർഗം തരണമേ, എന്റെ പാപങ്ങൾ അല്ലെങ്കിൽ എന്താഗ്രഹമാണോ ഉള്ളത്
പ്രതീക്ഷയോടെ നിബന്ധന വെച്ചുകൊണ്ടല്ലാതെ, അങ്ങനെയാണെങ്കിൽ എന്ന ആ വാക്ക് പ്രയോഗിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും. പ്രതീക്ഷയാണ് നിരാശയേക്കാൾ ഒരു വിശ്വാസിക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹു ഒരിക്കലും നമ്മെ കൈവടിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നും ഒരു സഹോദരനെ കുറിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. വലിയ രൂപത്തിൽ ദേവാരംഗത്തൊക്കെ വലിയ സംഭാവനകൾ അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, പലരുടെയും ഇണകൾ അള്ളാഹു